ഹായ് ലക്കി. ഹലോ ലക്കി കൂപ്പൺ. അയ്യോ എന്നെ മനസ്സിലായില്ലേ? കിച്ചു, കൃഷ്ണകുമാരനെന്ന് കിച്ചു. ലക്കി കൂപ്പൺ 5 കിലോ സ്വർണം. ഇയാൾക്ക് എന്താ വേണ്ടത്? ദാ ഈ ചോദ്യം തന്നെയായിരുന്നു അന്നും. അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ. പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ്. അല്ല എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓഫ്, അന്ന് എന്തായിരുന്നു ഒരു ഫോം, എന്തായിരുന്നു ഒരു സ്റ്റൈൽ. ആ വെള്ള കാറും കാണാനില്ല. സംതിങ് റോങ് സംവെയർ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അന്ന് എന്തായിരുന്നു സ്റ്റൈല്, എന്തായിരുന്നു പുകില്, ആ പച്ച കാറും കാണാനില്ല. ആ അത് ഞാൻ പറയാം. അതെന്റെ കമ്പനി കാറായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു. കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു. പക്ഷെ ലക്കി കൂപ്പൺ സ്വർണമല്ലേ, സ്വന്തമാക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, there you are. Now it's your turn. താൻ പറ. എന്റേതും കമ്പനിക്കാരായിരുന്നു. കമ്പനി വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും ആയിരുന്നു. പോരെ? പോരാ. ഐ എം എ മോഡൽ. കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. എവിടെയാ ഹോസ്റ്റൽ? ശല്യപ്പെടുത്താനാണോ? നെവർ. എന്റെ ബസ് വന്നു. പോട്ടെ. ബൈ ബൈ. വൈറ്റില്ല ഇറങ്ങട്ടാ. സാറിതെങ്ങോട്ടാ? ആനി ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല വേറൊരു കാര്യമുണ്ട്. ഇന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ ഞാനത് മറന്നു. മെനക്കേടായല്ലോ. ആനിയോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. ഒരാളുടെ ജന്മം പിടിവിട്ടാ വരുതി പോകും. പക്ഷെ വെഡിങ് ആനിവേഴ്സറി എന്നിലേക്ക് അതിനെക്കാട്ടി കുഴപ്പമാ. ദൈവമേ. സാറ് പേടിക്കണ്ട, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇയാളെന്തോ ചെയ്യാനാ? അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ. സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ച് പറഞ്ഞ് ചേച്ചിയെ ഞാൻ മയപ്പെടുത്താം. ചേച്ചി മയപ്പെടും. പക്ഷെ വേറെ താപ്പാനല്ലേ എന്റെ അമ്മായിയപ്പൻ. കുഴിഞ്ഞ വിത്ത. പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ ദിശാന്റിനെയും മിനിക്ക് നടക്കുകയല്ലേ ആ ബാലഗംഗാധരൻ. എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട്. സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ മാനേജ് ചെയ്യാം. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഇടം കൈയാണ്. പിന്നെ വലം കൈയിൽ എന്താ? അല്ല, ഈ രഞ്ജു ചേച്ചിയെ മയപ്പെടുത്താൻ അല്പം പണച്ചെലവുണ്ട്. കാശൊരു പ്രശ്നമല്ല. ദാ എന്താന്ന് വെച്ചാ ചെയ്തു. എല്ലാം നിന്നെ വിശ്വസിച്ച ആനി ലഗൂൺ പാർക്കിൽ കാത്തിരിക്കുക. അവൾ അങ്ങ് വഴുതി പോവും. അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എന്റെ പങ്ക്. എന്ത് പങ്ക്? മുതലാളിയുടെ വ്യൂ പോയിന്റിൽ ചവിട്ടി കയറി നീ വെട്ടിച്ചെടുക്കുന്ന ഈ പണത്തിന്റെ പങ്ക്. ഇതേ വെട്ടിച്ചെടുത്തൊന്നുമല്ല, മനുസാറിന്റെ വൈഫിന് വിവാഹ സമ്മാനം വാങ്ങാനാ. മനുസാറിന്റെ വൈഫിന് നീ എന്തിന് വിവാഹ സമ്മാനം വാങ്ങണം? എടാ മോനെ, നിന്റെ തട്ടകം തന്നെയാണല്ലോ എന്റെയും. ലൈഫിൽ എനിക്ക് ഒറ്റ അംബീഷനുള്ളൂ, എന്നും നിന്റെ കിരുനക്കി പറ്റിയായി ജീവിക്കാം. മതി മതി, നിന്റെ പങ്ക്. എടാ ജീവ, നിനക്കൊരു കാര്യം കാണണം. വാ, കണ്ടോ മനുസാർ എനിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന ഓഫീസിന്റെ മോഡൽ. ഫുൾ AC. ഇവിടെയാണ് എന്റെ മുറി. അപ്പൊ എന്റെ തൊട്ടടുത്ത് ചുറ്റും സുന്ദരികളായ കുറെ മോഡൽസ്. ഓ ഈശ്വര, കേട്ടപ്പോ തന്നെ കുളിര് വരുന്നു. ഇതൊന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ. ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കൂപ്പൺ താമസിക്കുന്ന മാളം. ചെന്ന് മകടി ഊതി ഇറക്കിക്കൊണ്ടുവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്താ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ. ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് വിളിക്കാറുണ്ട്. മയിലേന്ന് അല്ലേ? മയിലേ മയിലല്ല, മാനേ. ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ഓ അതവിടെ ഇരുന്നോട്ടെന്നേ. തനിക്കിവിടെ ആരെയോ കാണണ്ടേ? പിന്നെ പേര് മറന്നുപോയല്ലോ. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം. രമണി, സരള, സരസു. രമണി സരളൊന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പം? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. അതകിലേ കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനിങ്ങോട്ടാ പോന്നെ? താനിവിടെ നിന്നിട്ടാ മതി. നേരിടാണോ? അല്ല, ഞാനിപ്പോ വരാം. വരണം. വരാടി. എന്നെ ഓർമ്മയില്ലേ?
ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡ് ആണോ? അച്ഛൻ married അല്ല. അമ്മ Married അല്ല. അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പോണം. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. ഛേ, കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചിപ്പ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുക. അല്ല, അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. താങ്ക് യു. എന്നാൽ ഇതിനു വേണ്ടി മെനക്കെട്ട്. അയ്യോ, ഇറ്റ്സ് എ പ്ലഷർ. ഓക്കെ, എന്ന് വരട്ടെ. ബൈ. ബൈ. അല്ല അഖില, കിച്ചു, അഖില എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ. കമോൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് എൻ ഔട്ടിങ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി? ഛേ, എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി പന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു ദുഷ്ടൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ്. എന്നാലും ഞാൻ സ്വപ്നം കാണും, അതിന് ചെലവൊന്നുമില്ലല്ലോ. കേക്കട്ടെ, എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങൾ? കിച്ചുവിനെ പോലെ ഒരുപാടൊന്നുമില്ല. ഒരേ ഒരു സ്വപ്നം. സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. ദേ, ആ കാണുന്ന വീട് കണ്ടോ? വീടോ? അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം. എന്തിനാ ചിരിക്കുന്നത്? സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് എന്ത് വില വരുമെന്നറിയോ? കുറഞ്ഞത് 1 കോടി. ആയിക്കോട്ടെ. കയ്യിലാകെ ഉള്ളത് മോഡലിംഗ്, എന്നിട്ടും സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതെ, അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല. അത് ശരി. ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ടത് സ്വന്തമാക്കും. അങ്ങനെ ഒരാൾ വരണ്ടേ? വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാനങ്ങ് പ്രേമിക്കും. ഓ, എന്തൊരു ബുദ്ധി. എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിക്കേ. ഓക്കെ. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോടീശ്വരനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി. അല്ല, ജസ്റ്റ് ഇമാജിൻ. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദുർബലർ ചേർന്നാൽ ഒരിക്കലും ഒരു സ്വപ്നവും പൂവണിയില്ല. അതാണ് എന്റെ കണ്ടെത്തൽ. ഹേയ്, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. താൻ വളരെ ഫ്രാങ്കാ. വലിയൊരു സത്യം എത്ര സിമ്പിളായി പറഞ്ഞു. ഹേ കിച്ചു, എന്റെ സ്വപ്നം ഫലിക്കോ? ദേ, അത് കണ്ടോ? പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന സൂര്യൻ. ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ ഫലിക്കുന്ന ആര് പറയാ പറഞ്ഞു? ഞാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഹേയ്, പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മനു വന്നാലേ അറിയൂ. എന്നാലും ഞാനൊന്ന് ഗസ് ചെയ്തു. കാറിലൊരു നഗരപ്രദക്ഷിണം, ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഒരു ലഞ്ച്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോബാർ. ദാറ്റ്സ് ഓൾ. പോടി കുശുമ്പി. ഓക്കെ, ബൈ. ഹലോ, ഇവിടെ കിച്ചു, ഇയാളെന്താ ഇവിടെ? ഡ്യൂട്ടി മാഡം, ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? ഇവിടെയോ? മനു എവിടെ? മനു സാറെന്ന് വിളിക്ക്. ഇപ്പൊ സാറല്ലല്ലോ, ഫ്രണ്ട് അല്ലേ. കിച്ചു, വേണ്ട. മനു എവിടെന്ന് പറ. മനു സാറ് അവിടെ ഡ്യൂട്ടിയില്ല. ഇവിടെ ഈ ബ്യൂട്ടിയുടെ ഡ്യൂട്ടിക്കായി എന്നെ എന്ത് പറഞ്ഞു. ഡ്യൂട്ടി? മനു സാറ് വരാൻ ഇത്തിരി വൈകും. അതുവരെ തനിക്കൊരു കമ്പനി കൊടുക്കാൻ എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. എന്റെ മൂഡ് കളഞ്ഞു. അയ്യോ, എവിടെ കളഞ്ഞു? ഞാൻ എടുത്തു തരാലോ. നോൺസെൻസ്. അഖില, അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഏയ്, സോറി സോറി സോറി. വേണമെങ്കിൽ ഒരു 100 വട്ടം സോറി പറയാം. ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കിലായിപ്പോയി. അതാ ഞാൻ കിച്ചുവിനെ അയച്ചത്. എന്നോട് പിണങ്ങല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. മനുവിന്റെ തിരക്ക് എനിക്കും അറിയാവുന്നതല്ലേ. സമയം കളയാൻ കിച്ചുവിന്റെ കമ്പനി നല്ലതാ. ഹീസ് സോ ഫണി. എന്താ? അല്ല, ഇവിടെ പറഞ്ഞതാ. അപ്പോ നാളെ എപ്പോഴാ കാണുക? എപ്പോ വേണേലും കാണാലോ. ഞാൻ ഫ്രീ ആണ്. സമയം ഫിക്സ് ചെയ്തോളൂ. നാളത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ വരും, തീർച്ചയായും. കിച്ചുവിനെ അയക്കില്ല. ഓക്കെ. അയ്യോ, ഫോൺ വെക്കല്ലേ, ഞാൻ ഉറങ്ങാൻ പോവാ. അതിനു മുൻപ് ടെൽ മീ സംതിങ് സ്വീറ്റ്. ഇപ്പോഴോ? പ്ലീസ്. എന്റെ അടുത്ത് നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഐ ലവ് യു. നിനക്കെന്താ വട്ടു പിടിച്ചോ? വട്ടുപിടിച്ചത് എനിക്കല്ല, മനുവേട്ടനാ. ഈ പറഞ്ഞതാ ഫോണിൽ കൂടെ അപ്പുറത്ത് കേട്ട് കാണില്ലേ? കേക്കട്ടെ. പാതിരാത്രിയില്ല ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. മനുവേട്ട, ഒരു കാര്യം കേൾക്കണോ? ഇന്നിവിടെ അച്ഛനും ബാലുവേട്ടനും തമ്മിൽ പൊരിഞ്ഞ ഡിസ്കഷൻ ആയിരുന്നു.
എന്ത് ഡിസ്കഷൻ? മനുവേട്ടന്റെ പോക്ക് ശരിയല്ലെന്നും ഒരു കടിഞ്ഞാണ്ടിടണമെന്നും ബാലുവേട്ടൻ. അച്ഛനല്ലേ ആള്. നീ എന്താ കേട്ടെന്ന് പറ. അങ്ങനെ കടിഞ്ഞാണ്ടിടണമെന്ന് തോന്നിയാ ആ നിമിഷം ചേട്ടനെ കമ്പനിന്ന് പുറത്താക്കുന്നു. എന്നെ ആ സിംഗപ്പൂർ കോന്തനെ കൊണ്ട് കെട്ടിക്കുന്നു അച്ഛൻ. മനുവേട്ടൻ എന്തിനാ ചിരിക്കുന്നത്? നിന്നെ വേറെ കെട്ടിക്കാനോ? അതോർക്കുമ്പോഴാ ചിരി. കമ്പനി പോണെങ്കി പോട്ടെ, പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ലൈറ്റ് അണക്കട്ട. എന്താ? ഒരു കുഞ്ഞു പർച്ചേസ്. ഞാൻ ഇപ്പൊ വരാം. ജസ്റ്റ് 5 minutes. അതൊക്കെ പിന്നെ പോരെ. ഞാൻ ഇപ്പൊ വരാന്നേ. ഇതൊരു നടക്ക് പോവില്ല. ആ വർമാജി, ഞാൻ ഇത്തിരി ലേറ്റ് ആവും. ആ വെൽക്കം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വർമാജി അറ്റൻഡ് ചെയ്താൽ മതി. ആ അവള് കൊണ്ട് കൂടെ ലേക്ക് സൈഡ് റിസോർട്ടിൽ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അയ്യോ, ഇവിടെ പറഞ്ഞ വർമാജി, ഞാൻ പിന്നെ വിളിക്കാം. മനുവേട്ടാ, മനുവേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ഷോപ്പിങ്ങിന് വന്നു. എന്ത് ഷോപ്പിംഗ്? എനിക്കല്ല, കിച്ചുവിന്. എന്നിട്ട് കിച്ചു എവിടെ? കിച്ചു അകത്തോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോകുമായിരുന്നു. എന്നാ ഞങ്ങളും നടത്തി കുറച്ച് ഷോപ്പിംഗ്. ദേ മനുവേട്ടൻ ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം. അതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. പൊയ്ക്കോ പൊയ്ക്കോ, ഭയങ്കര വെയില്. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരില്ല മനുവേട്ടാ? ഇന്ന് നേരത്തെ വരും. മനു, മനു ഇങ്ങ് വന്നേ. ഇതുണ്ടോ? നോക്കിയേ ഞാൻ എന്താ വാങ്ങിയെന്ന്. ഇഷ്ടായോ? റിങ് കൊള്ളാല്ലേ? പൊയ്ക്കോ. ഇതാരാ മനുവേട്ടാ? മനസ്സിലായില്ലേ? ഇതകില. ഇന്നച്ചാരാ? നമ്മുടെ കിച്ചുവില്ലേ, കിച്ചുവിന്റെ വൈഫ്. കിച്ചു എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇതേ ചോദ്യം ഞാനും ചോദിച്ചു. കള്ളൻ ആരോടും പറഞ്ഞില്ല. ഇന്നാ ഞാനും അറിയുന്നത്. കിച്ചു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഒരാളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? ഈ മനുവേട്ടന്റെ ഒരു കാര്യം. ഇത് രഞ്ജു, ഇത് അഖില. അല്ല ഇത് മതി, ഞാൻ പറഞ്ഞോളാം. അഖില, ഞാൻ രഞ്ജു, മനുവേട്ടന്റെ ഭാര്യ. ഇനിയിപ്പൊ പൊയ്ക്കൂടെ? പ്രോമിസ് ചെയ്ത പോലെ നേരത്തെ വരണേ. ഓക്കെ, ബൈ അഖില. അഖില, കള്ളനാ നിങ്ങൾ. പേരും കള്ളൻ, ചീറ്റ്. അഖില, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്ക് കാണണ്ട ഇനി നിങ്ങള്. സർ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. സാറിന് വേണ്ടി എന്തിനു ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് വയ്യ. എന്തിനാണ് അഖില എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്? കിച്ചു, എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? അവൾ എന്റെ കാമുകിയാണെന്നോ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായതുകൊണ്ടാ നിന്റെ പേര് ചേർത്ത് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ സാർ, സത്യം എന്നായാലും പുറത്തു വരില്ലേ? രഞ്ജു ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും? അഖിലേക്ക് എന്ത് തോന്നിക്കാണും എന്നെ കുറിച്ച്? അഖിലെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അതിനാ ഒരു തവണ കൂടി അവളെ എന്റെ മുന്നിലെത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ല സാർ, എനിക്കതിന് കഴിയില്ല. എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. എനിക്ക് മനസ്സിലായി, നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. സ്വന്തം അനുജന്റെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഏതാപത്തിനും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ചെന്ന് പറയാൻ ഞാൻ രഞ്ജുവിനോട് എല്ലാം നുണയായിരുന്നു. അഖില എന്റെ കാമുകയാണെന്ന്. അതോടെ എല്ലാം അവസാനിക്കും. ഈ സ്ഥാപനവും സ്ഥാനമാനങ്ങളും എല്ലാം തകർന്നടിയട്ടെ. ഞാനൊരു തെണ്ടിയെ പോലെ ഈ റോഡിലൂടെ അലയട്ടെ. എല്ലാം എന്നാ പിന്നെ എന്തിനാ നിന്റെ സ്വപ്ന സൗധം മാത്രം ബാക്കി? അതും പറയാം. കാട്ടരുത്. വിടുപറ മാറ്റി എന്റെ ജീവിതം തുലച്ചിട്ട് ഇവിടെ അങ്ങനെ ആരുടെ സ്വപ്നങ്ങൾ പൂവണിയുണ്ട്. ഞാൻ പോകാം. അഖിലയുമായി സംസാരിക്കാം. അവളെ സാറിന് മുമ്പിൽ കൊണ്ടുവരാം. ഇതാ പണം. ഇനിയും വേണോ? തരാം. വേണ്ട സാർ, ഒന്നും വേണ്ട. സാറിനത് എന്തു പറ്റി? ഇത്രയും ദേഷ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ചെറിയൊരു ഡ്രാമയല്ലേ. അഖിലയെ വീണ്ടും എന്റെ മുന്നിലെത്തിക്കാൻ കിച്ചുവിന് മാത്രമേ കഴിയൂ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവന്റെ സ്വപ്നത്തിൽ തന്നെ കയറി പിടിച്ച ഒരു പെർഫോമൻസ്.
എന്താ ബുദ്ധി, സമ്മതിച്ചിരിക്കുന്നു. വർമാജി, ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം ഉറക്കെ പറഞ്ഞാൽ അപ്പ വിശ്വസിക്കും. പോയിന്റ് ഇസ് നോട്ടഡ് സാർ.